എല്ലാവർക്കും ഡേ 8 വാരാഹി പൂജയിലേക്ക് സ്വാഗതം. നല്ല അനുഭവം പ്രസാദിക്കുന്ന അമ്മയാണ് വാരാഹി ദേവി. വാരാഹി ദേവിയുടെ അനുഭവം അറിഞ്ഞവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ വിശ്വാസം വരുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും എന്നിലൂടെ എനിക്ക് കിട്ടിയ അനുഭവം, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയിരുന്നു. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും നമ്മളെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പങ്ക് എന്തായാലും ദൈവം അത് ചെയ്തിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരൂപം പൂണ്ട ദേവിയാണ്. പൊതുവേ മൃഗരൂപം പൂണ്ട ദേവന്മാർക്ക് ഒരു പ്രത്യേക പവറാണ്. നിദ്രാദേവി, രാത്രി ദേവി എന്നും അറിയപ്പെടുന്നു. അതുപോലെ പല നാമങ്ങളുണ്ട് വാരാഹി ദേവിക്ക്. ദണ്ഡനാഥ, വാരാഹി, പഞ്ചമുഖി, അങ്ങനെ ഒരുപാട് നാമങ്ങളിൽ അറിയപ്പെടുന്നു. വാരാഹി ദേവി അറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ ഒരുപാടൊന്നുമില്ല. എന്നാൽ തിരുവനന്തപുരത്ത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം, പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, ഞാൻ തിരുവനന്തപുരംകാരിയായതുകൊണ്ട് എനിക്കിവിടെയാണ് അടുത്ത് പോയാൻ വരിക. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം. അതല്ലാതെ എറണാകുളത്തും പാലക്കാടും ഒക്കെ വാരാഹി ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ അതല്ലാതെ വാരാഹി ദേവിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പോയി പ്രാർത്ഥിക്കാം. അതായത് സപ്തമാതാക്കളുള്ള പ്രതിഷ്ഠകളുള്ളിടത്തെല്ലാം വാരാഹി അമ്മയുടെ ഒരു പ്രതിഷ്ഠ ഉണ്ടാവും. അവിടെയും നിങ്ങൾക്ക് പൂജകളും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് പൊതുവേ വാരാഹി ദേവി ക്ഷേത്രങ്ങളിൽ ഉണ്ടാവാറുണ്ട്. നവദീപം സമർപ്പിക്കൽ, അതുപോലെ നാളികേര ദീപം സമർപ്പിക്കൽ. അതിൽ നവദീപം സമർപ്പിക്കുന്നത് ദുർഗാദേവിക്കും നാളികേര ദീപം സമർപ്പിക്കുന്നത് വാരാഹി അമ്മയ്ക്കുമാണ്. ഉദ്ദേശിച്ച കാര്യം നടക്കണമെങ്കിൽ 21 ദിവസം തുടർച്ചയായി ഈ ഒരു വഴിപാട് 2 ദേവിമാർക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരിച്ച കാര്യം നടന്നു കിട്ടും. അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ദേവിയുടെ മന്ത്രം ധ്യാനിക്കുക. അശുദ്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ദേവിയുടെ ഒരു പടം വെച്ച് ജസ്റ്റ് ഒരു വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദേവി അനുഗ്രഹിക്കും. ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? ഇപ്പോൾ ഡേ 1 മുതൽ ഡേ 11 വരെയുള്ള പ്രെയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് നല്ല അനുഭവങ്ങൾ കിട്ടിയതായിട്ട്, അതുപോലെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള കമൻറ്റുകളെല്ലാം അടുത്ത പ്രെയറിലേക്കാണ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പേരും നാളും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യവും അടങ്ങുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുമെങ്കിൽ പെട്ടോട്ടെ. അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടട്ടെ. ദേവി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നന്നായിരിക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു ചാനലിലെ മെമ്പറാവുക. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആദ്യം തന്നെ വീഡിയോയിൽ ആദ്യം കാണിക്കുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലത്തെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കറക്റ്റ് ടൈമിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാനാവുള്ളൂ. അപ്പോൾ അത് ചെയ്യുക കേട്ടോ. ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ മറക്കരുത്. അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുകയും വേണം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പ്രെയർ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രെയറാണ്. സന്താന സൗഭാഗ്യം, തൊഴിൽ ലഭ്യത, അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ സമ്മാനിക്കുന്ന നല്ലൊരു അത്ഭുതമായ ഒരു മന്ത്രമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഏതാ മന്ത്രമെന്ന് നോക്കാം. 21 തവണ അല്ലെങ്കിൽ 108 തവണയാണ് ജപിക്കേണ്ടത്.